ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. ഇതിന് ഫെർമെൻറ്റേഷൻ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അരച്ചിട്ട് ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് നോക്കൂ. ഇതിന് 1 കപ്പ് ഗോതമ്പ്, 1 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്നും, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ. ഇതൊക്കെ ഒരു 4 hours വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് പിന്നെ അത് മിക്സിയിൽ അതൊന്ന് അരച്ചെടുക്കാം. അതുമാതിരി ഞാനിപ്പോൾ അരച്ചെടുത്തു. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഡ്രൈ റെഡ് ചില്ലി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു ഞാൻ. സോ അതിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം, കുറെ ആയിട്ടൊന്ന് അരച്ചെടുക്കാം. അവൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അടുത്തത് ക്യാബേജ്. ഞാനൊരു വലിയ ക്യാബേജിന്റെ ഒരു 1/4 ഭാഗം എടുത്തു. അതൊന്ന് ഗ്രേറ്റ് ചെയ്യുക. ഞാൻ ഈ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തു. വേണമെങ്കിൽ കൈകൊണ്ടും ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഇടാം. സോ അത് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. സോ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ വരണം. പിന്നെ നമ്മുടെ ദോശക്കല്ലിൽ ദോശമാതിരി ഉണ്ടാക്കിയിട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യിട്ടിട്ട് അതങ്ങോട്ട് ദോശ ചുട്ടെടുക്കും. സോ ഇത് അത്ര വലിയ ക്രിസ്പി ഒന്നും ആവില്ല, ജസ്റ്റ് കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ വരുള്ളൂ. പിന്നെ ഇതിന് ചട്നി ഞാൻ ഉണ്ടാക്കിയ തേങ്ങാ ചട്നി, തേങ്ങയും വറുത്ത കടലയും ഇഞ്ചിയും റെഡ് ചില്ലിയും ഇട്ടിട്ട് പിന്നെ താളിച്ച് ഒഴിച്ചു. സോ ഇത് അല്ലെങ്കിൽ സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ്. സോ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.